ബഹുമാന്യരായ യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമയെ ജയിലിൽ അടയ്ക്കപ്പെടുകയാണ്. ബഹുമാനപ്പെട്ടവരുടെ കൂടെ 2 യുവാക്കളുമുണ്ടായിരുന്നു. സൗന്ദര്യം കൊണ്ടും ഹൃദയശുദ്ധി കൊണ്ടും സർവ്വതും തൻ്റെ രക്ഷിതാവിലേക്ക് ഭരമേൽപ്പിക്കൽ കൊണ്ടും അവരിൽ ഏറ്റവും ഉന്നതനായ ആൾ ബഹുമാനപ്പെട്ട യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം തന്നെയായിരുന്നു. എന്നിരുന്നാൽ തന്നെയും അവരിൽ നിന്ന് ആദ്യമായി മോചിപ്പിക്കപ്പെടുന്നത് ആ 2 യുവാക്കളെയായിരുന്നു. അവരെ മോചിപ്പിക്കപ്പെട്ടതിനു ശേഷവും വർഷങ്ങളോളം മഹാപ്രവാചകനായ യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ജയിലിൽ തന്നെ കിടക്കുകയുണ്ടായി. ഒരാളെ തൻ്റെ യജമാനന്റെ സേവകനായും മറ്റൊരാളെ ശത്രുക്കളുടെ കരങ്ങളാൽ കൊല ചെയ്യപ്പെടുന്നതിന് വേണ്ടിയായിരുന്നു വിട്ടയക്കപ്പെട്ടതെങ്കിൽ ബഹുമാനപ്പെട്ട യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ പിന്നീട് ജയിൽ മോചിപ്പിക്കപ്പെടുമ്പോൾ ബഹുമാനപ്പെട്ടവർ മിസ്ർ എന്ന മഹാരാജ്യത്തിൻ്റെ രാജാവായിട്ടായിരുന്നു മോചിപ്പിക്കപ്പെടുകയുണ്ടായത്. അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ, വലിയ വലിയ സമ്മാനങ്ങൾ നമുക്ക് ലഭിക്കുന്നതിന് വേണ്ടി ഒരുപക്ഷെ നമ്മുടെ ആഗ്രഹങ്ങൾ വൈകിപ്പോയേക്കാം. ജീവിതത്തിൽ നമുക്ക് ഒരുപാട് പ്രതിസന്ധികളും വേദനകളും വിഷമങ്ങളും കടന്നു വന്നേക്കാം. പക്ഷേ അതെല്ലാം ഒരു മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവനത് ഖൈറായി ഭവിക്കുക തന്നെ ചെയ്യുമെന്നാണ് അള്ളാഹിന്റെ പ്രവാചകർ പറഞ്ഞതുപോലെ, അജബല്ലി അംരിൽ മുഅ്മിൻ, ഒരു മുഅ്മിനിന്റെ കാര്യം എന്തൊരു അത്ഭുതമാണ്. അവൻ്റെ ജീവിതത്തിൽ അവന് പ്രതിസന്ധികൾ വരുമ്പോൾ അവൻ അതിൽ ക്ഷമിക്കുകയും അതവന് ഖൈറായി ഭവിക്കുകയും, ജീവിതത്തിൽ ഒരുപാട് സന്തോഷങ്ങൾ കടന്നു വരുമ്പോൾ അവൻ അതിൽ അള്ളാഹുവിനെ നന്ദി അർപ്പിക്കുന്ന, ശുക്ർ ചെയ്യുന്ന ഒരു അടിമയായി മാറുമ്പോൾ അവൻ അത് വല്ലാത്ത ഖൈറായി ഭവിക്കുകയും ചെയ്യുമെന്ന് അള്ളാഹിന്റെ ഹബീബ് പറഞ്ഞു തരികയാണല്ലോ. ജീവിതത്തിൽ നമ്മുടെ പ്രതിസന്ധികൾ കടന്നു വരുമ്പോൾ നമ്മൾ പതറിപ്പോകാതെ, നമ്മൾ പാനിക്കായി പോകാതെ അതിൽ അടിയുറച്ചു നിൽക്കുക. റബ്ബിന്റെ റഹ്മത്തിനെ നമ്മൾ പ്രതീക്ഷിക്കുക. ലാ തഖ്നതു മിൻ റഹ്മത്തില്ലാ, അള്ളാഹുവിൻ്റെ റഹ്മത്തിനെ തൊട്ട് നിങ്ങൾ ആശ മുറിഞ്ഞു പോകല്ലേ എന്ന് പരിശുദ്ധമായ ഖുർആനിൻ്റെ പ്രഖ്യാപനവും വാഗ്ദാനത്തെയും നമ്മൾ മുറുകെ പിടിച്ച് ജീവിക്കണം. അള്ളാഹു നമ്മുടെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികളെയെല്ലാം മാറ്റി സന്തോഷം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.